ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും എൻ്റെ നാത്തൂനും എന്തെല്ലാം പണികളാണ് ചെയ്യുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മൾ പണികളൊക്കെ തീരുന്നതെന്നും കൂടിയുള്ളതാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുതപ്പൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി ഇടുകയാണ് കേട്ടോ. ഇപ്പം നല്ല തണുപ്പാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടിയുള്ള പുതപ്പ് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID സുഹറ മറിയം എന്നാണ്. അപ്പോൾ അതും കൂടി ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ കുക്കിംഗ് വീഡിയോസുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാണ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ നാത്തൂന് അവിടെ അടുക്കളയിൽ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അടുപ്പത്ത് ചോറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആങ്ങളുടെ മോനും കൂടെ പണിക്ക് പോകുമ്പോൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോകും കേട്ടോ, ചോറൊക്കെ കൊണ്ടുപോകും ഉച്ചക്ക്. പിന്നെ ഇത് ദോശക്ക് മാവ് അരച്ച് വെച്ചതാണ് കേട്ടോ, ഉഴുന്നും പച്ചരിയും കൂടി അരച്ച് വെച്ചതാണ്. മറ്റേ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ ബാക്കിയുള്ളത്, അപ്പോൾ ചൂടാക്കാൻ വെച്ചതാണ്. അപ്പോൾ ദോശയിലേക്കുള്ള ചമ്മന്തിക്ക് മുളക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മുളക് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് ഒഴിവാക്കി. അപ്പോൾ പിന്നെ അടുത്തതായിട്ട് സവാള വെട്ടിയിടുകയാണ്. എന്നിട്ട് അതിലേക്ക് ഉണക്കമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി ഒരു 3-4 പണ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കും. അപ്പോൾ ഇങ്ങനെ പണിയൊക്കെ നല്ല തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് വാട്ടിയെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് മാവ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നാത്തൂന്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലോ ലോങ് വീഡിയോസുകളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരു രണ്ടാഴ്ചൻ്റെ മേലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പം ഇന്നൊന്ന് ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ കുക്കിംഗ് വീഡിയോസുകളും പിന്നെ പുറത്തത്തെ കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ വഴുതന ആണ് കേട്ടോ ഉപ്പേരിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ വഴുതന താളിപ്പാണ്. ആങ്ങളക്ക് താളിപ്പാണ് ഇഷ്ടം, ആങ്ങളുടെ മോൻക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ താളിപ്പ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് വഴുതന പൊരിക്കും. പിന്നെ അവനങ്ങനെ ഈ ഉപ്പേരികളൊന്നും അധികം കഴിക്കുന്ന ഒരു തരത്തിലുള്ള ഒരാളല്ല കേട്ടോ. ഉപ്പേരികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്നല്ലാണ്ട് അധികമൊന്നും കഴിക്കൂല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉപ്പേരി കഴിക്കണത്. അപ്പോൾ ഏത് ഉപ്പേരി ആയാലും ഞാൻ കഴിക്കും. അത് എങ്ങനെ ഉണ്ടാക്കിയതായാലും കഴിക്കും കേട്ടോ. പൊരിച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കും, താളിപ്പായിട്ടാണെങ്കിൽ അങ്ങനെ കഴിക്കും. അപ്പം ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വഴുതന താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വഴുതന താളിപ്പും പിന്നെ വഴുതന പൊരിക്കാനും വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീനും ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻ. അപ്പോൾ അത് കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കായം തേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേച്ച് വെക്കുന്നതാണ്. പിന്നെ ഞാൻ എന്നും രാവിലെ എണീച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കുടിക്കൂട്ടോ. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ സാധാ തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമല്ല. അപ്പോൾ എന്നും രാവിലെ നേരത്തെ തന്നെ അത് കുടിക്കും. അത് കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നീട് പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ചായ കുടിക്കണത് കേട്ടോ. അപ്പോൾ എന്നും എല്ലാവരും അങ്ങനെ ശീലമില്ലാത്ത ആൾക്കാരൊക്കെ നന്നായിട്ടൊന്ന് ശീലമാക്കി എടുക്കുക. തണുത്ത വെള്ളമൊക്കെ സാധാരണ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക, തണുപ്പായതുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത്. പിന്നെ അതാ ഞാൻ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉള്ളി ചമ്മന്തിയാണ്, ഇതിൽക്കുള്ളതാണ് കേട്ടോ, ദോശയിൽക്കുള്ളതാണ്. അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആങ്ങളുടെ മോൻക്ക് കൊണ്ടുപോകാനുള്ള ഉള്ളി താളിപ്പ് ഉണ്ടാക്കണം. ഉള്ളി താളിപ്പല്ല, ഉള്ളി ഇങ്ങനെ വാട്ടിയെടുക്കുക. മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി കട്ട് ചെയ്തും കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നാത്തൂന് ചട്ടിയിലേക്ക് മല്ലിപ്പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് എടുത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദോശക്ക് ഉള്ള ചട്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഞാൻ ദോശ ചുട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ദോശക്ക് മാവ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ചോറ് റെഡിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ദോശ അതാ ചുട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആങ്ങൾക്കും ആങ്ങളുടെ മോൻക്കും പാത്രത്തിലാക്കുക കേട്ടോ. ചോറും കറിയൊക്കെ നാത്തൂന് പാത്രത്തിലാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ചോറ്റും പാത്രം, നമ്മളതിന് ചോറ്റും പാത്രം എന്നാണ് പറയുക. അപ്പോൾ പിന്നെ ഇപ്പോൾ എല്ലാവരും ടിഫിൻ ബോക്സ് അങ്ങനെയൊക്കെ ആയല്ലോ. ഇപ്പോൾ സംസാരങ്ങളൊക്കെ മാറിയില്ലേ ഒരുപാട്. പിന്നെ അപ്പുറത്ത് നമ്മൾ ചമ്മന്തി അരച്ചത് പാത്രത്തിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ കുപ്പിയിലാണ് നമ്മൾ വെള്ളം കൊടുത്തയക്കണത്. പിന്നെ അത് ആങ്ങളുടെ മോന് ചിക്കൻ കറി ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അവന് അതാണ് കഴിക്കണത് ദോശയിലേക്ക്. പിന്നെ ഞാനും കഴിക്കുകയായി. ഞാൻ പക്ഷേ ചിക്കൻ കറി എടുത്തിട്ട് ചേട്ടാ, ഞാൻ ചമ്മന്തിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.